അതുകൊണ്ടാണല്ലോ രേണുസുതി വീട് കിട്ടിയ വീടിനെ കുറിച്ചിട്ട് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയ വീടല്ലേ, ഇനി അതിലൊരു കുറ്റം പറയാനുണ്ടോന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ശരീരം മൊത്തം പൊള്ളിയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി, ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നെയ്ക്കഡായിട്ട് ആ കുട്ടി നിൽക്കുന്ന വീഡിയോ, മൊത്തം പൊള്ളിയ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് അയാൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അട്ടപ്പാടിയിലെ വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ മുന്നിലൊക്കെ മഞ്ഞ അക്ഷരത്തിൽ ഇന്ന പദ്ധതി പ്രകാരം എഴുതി കൊടുത്ത വീടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആദിവാസി കുട്ടി വീട്ടിലേക്ക് കയറിച്ചില്ല? കൂട്ടുകാരെയും കൊണ്ട് എങ്ങനെ കയറി? എൻ്റെ വീടാന്നൊരു തോട്ട് ഒരു കാലത്തും അവൻ ആ വീട് നൽകുന്നില്ല എന്നുള്ളതാണ്. രാജാവ് തരുന്നു, സ്റ്റേറ്റ് തരുന്നു, നമ്മൾ പ്രജകൾ വാങ്ങിക്കുന്നു. ചാരിറ്റി മോഡിലെ ആൾക്കാർ വരുന്നു, തരുന്നു, അത് നമ്മൾ വാങ്ങിക്കുന്നു. എനിക്ക് തോന്നുന്നു മലയാളികളെ ഏറ്റവും കൂടുതൽ വീണ് കിടക്കുന്നത് ഈ ചാരിറ്റി എന്നുള്ളൊരു കാര്യം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര വലിയ ദുഷ്ടനായിട്ടുള്ള ആളാണെങ്കിലും എന്തൊക്കെ കൊള്ളരുതായ്മ ചെയ്യുന്നതായാലും ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് മനുഷ്യൻ്റെ അന്തസ്സിനെ ബാധിക്കാതെ അതിനെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഈ ചാരിറ്റി അല്ലാതെ ഒരാൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നത്? ഇത് വ്യക്തികൾ മാത്രമല്ല, സ്റ്റേറ്റിനും ഈ ചാരിറ്റി ബോധം പലപ്പോഴും ഉണ്ട്. ഇപ്പം അട്ടപ്പാടിയിലെ വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ മുന്നിലൊക്കെ മഞ്ഞ അക്ഷരത്തിൽ ഇന്ന പദ്ധതി പ്രകാരം എഴുതി കൊടുത്ത വീടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു ആദിവാസി കുട്ടി വീട്ടിലേക്ക് കയറിച്ചില്ല? കൂട്ടുകാരെയും കൊണ്ട് എങ്ങനെ കയറിച്ചല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ബസ് സ്റ്റോപ്പിന് മുന്നിൽ MP ഫണ്ട് കൊണ്ട് വാങ്ങിച്ചു വെച്ചെന്ന് എഴുതി വെക്കുന്ന പോലെ ഈ കുട്ടി ഓരോ ദിവസം കയറുമ്പോൾ സർക്കാരിൻ്റെ വീട്ടിലാണ് ഉറങ്ങുന്നതെന്നാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജീവിതകാലം മൊത്തം സ്വന്തമായി കിട്ടിയൊരു വീട്, ടാക്സ് പേയേഴ്സ് മണി എന്നാണ് എടുത്തുണ്ടാക്കിയത് ഗവൺമെൻറ്. പക്ഷെ എൻ്റെ വീടാന്നൊരു തോട്ട് ഒരു കാലത്തും അവൻ ആ വീട് നൽകുന്നില്ല എന്നുള്ളതാണ്. സുരക്ഷിതത്വം മാത്രമല്ലല്ലോ വീട് കൊടുക്കേണ്ടത്, ഒരു അന്തസ്സ് കൂടെ മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടത്. അതൊരിക്കലും ആ വീട് കൊടുക്കുന്നില്ല. ഈ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടായ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് ഫോൺ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എത്രയോ പേര് ആ കുട്ടികളുടെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എത്ര കാലമാണ്, എത്ര സഹപാഠികളോടാണ് വേറൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോണാണ് ഞാൻ വാങ്ങിച്ചത് എന്നുള്ളത് പറയേണ്ടി എത്ര കാലം വേണ്ടി വരും എന്നുള്ളത് ആലോചിക്കാം. നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നൊരു പരിപാടി അതുപോലെ തന്നെ പഴയ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയി കൊടുക്കാം എന്നുള്ളൊരു സാധനം. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അടുത്തൊരു കുട്ടി ഒരു അനുഭവം ഷെയർ ചെയ്തിട്ട് ഈ പറയുന്ന അമ്മ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന വീട്ടിലെ ഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടി സ്കൂളിലേക്ക് ഇതിട്ട് പോകുമ്പം അതേ ആ വീട്ടുടമയുടെ അതേ കുട്ടി അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ അഴിച്ചിട്ട് എൻ്റെ കുപ്പായല്ലേ നീട്ടത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ മൊത്തം ലോജിക്ക്, സ്റ്റേറ്റിൻ്റെ ലോജിക്കും ഒക്കെ പലപ്പോഴും കിടക്കുന്നത് ഇതിങ്ങനെ ചാരിറ്റി മോഡിൽ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ രേണുസുതി വീട് കിട്ടിയ വീടിനെ കുറിച്ചിട്ട് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയ വീടല്ലേ, ഇനി അതിലൊരു കുറ്റം പറയാനുണ്ടോന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോഴും ഈ രാജാവ് പ്രജ ടോണിനകത്തുനിന്ന് വിമുക്തരേ ആയിട്ടില്ല. രാജാവ് തരുന്നു, സ്റ്റേറ്റ് തരുന്നു, നമ്മൾ പ്രജകൾ വാങ്ങിക്കുന്നു. ചാരിറ്റി മോഡിലെ ആൾക്കാർ വരുന്നു, തരുന്നു, അത് നമ്മൾ വാങ്ങിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ശരീരം മൊത്തം പൊള്ളിയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി, തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. ആ കുട്ടിയുടെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ വീഡിയോ, നെയ്ക്കഡായിട്ട് ആ കുട്ടി നിൽക്കുന്ന വീഡിയോ, മൊത്തം പൊള്ളിയ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് അയാൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ആളുകളുടെ അടുത്തുനിന്ന് പൈസ. നോക്കൂ, ഒരു കുട്ടി ശരീരം മൊത്തം പൊള്ളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇയാൾ എന്താ വിചാരിക്കുന്നത്? ഈ കുട്ടി ഒരിക്കലും ഇതിന്ന് റിക്കവർ ആവില്ല എന്നാണോ? ഈ കുട്ടി തിരിച്ചു വരുന്നതിനെ കുറിച്ച് അയാൾക്ക് പ്രതീക്ഷകളില്ലേ? നാളെ ആ കുട്ടി വളർന്ന് വലുതാവുമ്പം ഈ രീതിയിൽ ആ കുട്ടിയുടെ ബോഡി പ്രൊജക്റ്റ് ചെയ്തതിനെക്കുറിച്ച് ഒന്നും അയാളുടെ ബോധമില്ല. അയാളുടെ ബോധം എന്ന് പറയുന്നത് ഇത് കാണിച്ചുകൊണ്ട് പൈസ വാങ്ങിക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ അയാളുടെ ബോധം ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുള്ളതും ഈ പറയുന്ന ഡിഗ്നിറ്റിയെ ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ ആ ആളുകൾക്ക് നീതി കൊടുക്കും. ഇപ്പം ഈ പറയുന്ന പ്രളയം വന്നിട്ട് തന്നെ ഒരുപാട് കാലം റീഹാബിലിറ്റേറ്റഡ് ആവാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഉപ്പുതറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, പാലക്കാട് ഭാഗത്ത്, അവർക്ക് വേണ്ടി ചെയ്ത് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കേസിനെ തുടർന്ന് അവർക്ക് എല്ലാവർക്കും ഇപ്പം വീട് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിന് പകരം ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ഒരാളെടുത്തു നിന്നാണ് വീട് വാങ്ങിച്ചു കൊടുത്തതെങ്കിൽ എത്ര കാലം ഈ കടപ്പാടും നന്ദിയും ആ മനുഷ്യന്മാർ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അല്ലാത്ത തോട്ടിൽ സ്നേഹപൂർവ്വം കൊടുക്കുന്ന മനുഷ്യന്മാരായിരിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പം ഇപ്പം അനഘ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ദിശയുടെ പഴയ സെക്രട്ടറി, ആൾക്ക് ഇതുപോലെ തന്നെ ഗവൺമെൻറ് ലാപ്ടോപ്പ് നിഷേധിച്ച സമയത്ത് ഒരുപാട് പേര് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫൈറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് 2 പേർക്കും ലാപ്ടോപ്പ് ഗവൺമെൻറ്റിനോട് കോടതി ഉത്തരവിട്ടിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു ബെനിഫിഷ്യറി അല്ല എന്ന് മനസ്സിലാക്കുകയും അതെല്ലാ റൈറ്റ്സും ഉള്ളൊരു മനുഷ്യനാണ്. സ്റ്റേറ്റ് ചിലപ്പം ഫെയിൽ ആവുന്നത് കൊണ്ട് നമ്മളൊക്കെ ഇടപെട്ടുകൊണ്ട്
ആ വ്യക്തിക്ക് നീതിയും ആ വ്യക്തിക്ക് വേണ്ട മെറ്റീരിയൽ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടി. ഈ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കും. അതെ അതെ അതെ.